എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സൂപ്പർ പടമാണ്. പണ്ട് കാലത്ത് ഒരു കുറേ ഫ്രണ്ട്ഷിപ്പിൻ്റെ റിലേഷനൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സൂപ്പറായിരുന്നു. മെസ്സേജ് ആണോ പടം? എന്തെങ്കിലും മെസ്സേജ് ആണോ കൊടുക്കുന്നത്? അതെ, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. നല്ല സൂപ്പർ പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ ബിനു പപ്പു, അതുപോലെ തന്നെ ജോണി ആൻ്റണി സാർ, അവരുടെ കൂടെയൊക്കെ ഒരു കോമ്പിനേഷൻ സീൻസ് കിട്ടിയതിന് സന്തോഷമുണ്ട്. ഇതൊരു പടം കാണുക, വിജയിപ്പിക്കുക, ഒരു ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. സന്തോഷം. ഒരു മൂവിയാണ്. ഡിഗ്രി കാലഘട്ടത്തിലെ ഒരു കൂട്ടം ആൾക്കാരുടെ ഓർമ്മകളും ഇപ്പോൾ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ്. ഒറ്റ ദിവസത്തെ ഒരു സംഭവമാണ് നമുക്ക് പറയുന്നത്. റാഫി മദിര എന്നുള്ള പുതിയൊരു ഡയറക്ടർ. പിന്നെ കുറേ പുതിയ കുട്ടികൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നല്ല സിനിമ. എല്ലാവരും സിനിമ കാണണം. ഡിഗ്രി കാലഘട്ടവും കാട്ടുകുഞ്ഞു വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട സിനിമയാണ്. എല്ലാവരും കാണണം. നല്ല അടിപൊളിയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും ഞങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പിലൂടെ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ വീണ്ടും അതൊന്നുകൂടെ നല്ല സന്തോഷം. പഠിച്ചാണ് പഴയകാലത്ത് നമ്മൾ പോയതുപോലെ നല്ല മൂവിയാണ്. അതായത് സിനിമ ഡയറക്ടറുടെ ആണെന്ന് അടിവരയിട്ട് നിർമ്മിച്ച സാറിൻ്റെ പെർഫോമൻസ് കൊള്ളാം, സ്ക്രിപ്റ്റ് കൊള്ളാം. പിന്നെ ഇക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി പല എലിമെൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സന്തോഷമായിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. സന്തോഷമായിട്ട് ഞാനതിലൊരു പാർട്ടാണ്, ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല സിനിമ കണ്ടപ്പം ഉള്ള സന്തോഷം. നമുക്ക് സന്തോഷത്തോടെ അതിൽ ഹെഡ് കോൺസ്റ്റബിൾ വിക്രമൻ എന്ന് പറഞ്ഞ കഥാപാത്രം അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. പിന്നെ അതിൽ ഡയറക്ടർ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ +2 അല്ല, അത് നമ്മുടെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ പുള്ളിയുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് പുള്ളി അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു 90s കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതും പിന്നെ ആഫ്റ്റർ ആയിട്ടുള്ള കാലം, രണ്ട് കാലഘട്ടം ഒരുമിച്ച് പറയുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കാം. നല്ല മൂവിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ പ്രീ ഡിഗ്രി കാലഘട്ടം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോയതും കണ്ടിരിക്കാൻ നല്ലൊരു നന്നായിട്ടുണ്ട്. പഴയ പ്രീ ഡിഗ്രി കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ. നന്നായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഒരു അങ്ങനെ ആക്ടേഴ്സിന്റെ അഭിനയം എങ്ങനെയുണ്ട്? ആക്ടേഴ്സ് എല്ലാം നല്ലതായിരുന്നു. നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം അഭിനയിച്ചത് നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട്. നല്ല അങ്ങനെ പുതുതായിട്ട് അഭിനയിച്ചതാണെന്ന് തോന്നുന്നില്ല. മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെയാണ് പഠിച്ചവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ കുട്ടികൾ നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങളുണ്ട്, കുറച്ച് നേരത്തെയൊക്കെ അഭിനയിച്ചവരുണ്ട്. നല്ല സൂപ്പർ അഭിനയം.